Good afternoon, all. Good afternoon, ma'am. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? കുഴപ്പമില്ലായിരുന്നോ? ഇപ്പൊ നമ്മള് തേർഡും ഫോർത്തും മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ചിലതൊക്കെ ഇത്തിരി ലെങ്ത് ചാപ്റ്റേഴ്സ് ആണ്. അതേമാതിരി തന്നെ ചിലതൊക്കെ എന്താ പറയുക, ചെറുതാണെങ്കിലും മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. എങ്കിലും നമുക്ക് എന്താ പറയാ, സംശയങ്ങളൊക്കെ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. എന്നാലും കുറച്ച് കഴിഞ്ഞ ഇതിനേക്കാളും ഫസ്റ്റ് സെക്കൻഡ് ഇതിനേക്കാളും ഇച്ചിരി കൂടി ഒരു വ്യത്യസ്തമായ ഓപ്ഷൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പീഡ് കൂടുകയോ എന്തെങ്കിലും മനസ്സിലാക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയം എടുക്കുമ്പോൾ നമ്മൾ പോകുന്ന ചാപ്റ്റർ ഓഡിറ്റ് ആണ്. അപ്പോ അതിലും എന്താ പറയാ, എല്ലാവർക്കും ചിലപ്പോ കൊമേഴ്സ് ടച്ചുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ചിലർക്കൊക്കെ ഇത്തിരി ഇതായിട്ടാണ് മനസ്സിലാവുള്ളൂ. എന്നാലും പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഓഡിറ്റ് എന്താന്നുള്ളൊരു സംഭവം. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് അല്ലെ? ഓഡിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? എന്തിനു വേണ്ടിയിട്ട് ഓഡിറ്റ് നമ്മൾ നടത്താം? നമുക്കൊന്ന് സ്റ്റാർട്ടിങ് നിങ്ങളെ കൊണ്ട് എന്താണ് ഓഡിറ്റ് എന്നുള്ളത് ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഓഡിറ്റ് സാധാരണയായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നടത്താം? ഓഡിറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഓഡിറ്റ് അവലോകനം നടത്താന്ന് പറയില്ലേ? ഓഡിറ്റ് സാധാരണയായിട്ടൊക്കെ നമ്മളെങ്ങനെയാ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ ഓഡിറ്റ് നടത്താം? കണക്കെടുപ്പ്. ഓക്കെ, അത് എന്തിനാ സാധാരണയായിട്ട് കേൾക്കുമ്പോ എന്താ, സാമ്പത്തിക അവലോകനം മാത്രമാണ് അല്ലെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. എന്താണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മനസ്സിൽ ഓർമ്മ വരിക അല്ലെ? അത് ഫിനാൻസിന്റെ കറക്റ്റ് ആയിട്ട് എക്സ്പെൻഡിച്ചറും അല്ലെ, നമ്മുടെ പേയ്മെന്റും അല്ലെങ്കിൽ കിട്ടുന്ന റെസീപ്റ്റ്സും അല്ലെ, ഇൻകം വരുമാനവും ചെലവും തമ്മിലൊക്കെ ഈക്വലൈസേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത് അവലോകനം ചെയ്തെടുക്കുക. അതെന്തെങ്കിലുമൊക്കെ കൂടി പോകുന്നുണ്ടെങ്കിൽ അല്ലെ, എക്സ്പെൻഡിച്ചർ ഒക്കെ കൂടി പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള നടപടികൾ എടുക്കാന്നൊക്കെയുള്ള ഓഡിറ്റ് ആണ് എല്ലാവരുടെയും മൈൻഡിലേക്ക് വരിക അല്ലെ? ഹോസ്പിറ്റലിലെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റലിലെ എല്ലാ ഇതികളിലേക്കും ഒരു അവലോകനം നടത്തും. അതായത് അവരുടെ വർക്കേഴ്സിന്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലും എല്ലാം തന്നെ ഈ ഓഡിറ്റ് നടത്തും. ഈ കണക്കെടുപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തണെന്ന് വെച്ചാൽ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ടുവന്ന് ഇച്ചിരി കൂടി നല്ല മെച്ചപ്പെട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഈ ഓഡിറ്റ് കാര്യങ്ങൾ എപ്പോഴും നടത്തുക. അത് ഏത് മേഖലകളിലും നടത്തും. ഈ പറഞ്ഞ മാതിരി കണക്ക് അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ മാത്രമല്ല അവിടെ പരിഗണിക്കുന്നത്, മറ്റെല്ലാ കാര്യങ്ങളിലും ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ രോഗി പരിചരണത്തിനുമായി ബന്ധപ്പെട്ടൊക്കെ ഓഡിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ആ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തുകയാണ് എങ്കിൽ ഇച്ചിരി കൂടി രോഗി പരിചരണം മെച്ചപ്പെട്ട് വരാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നടപ്പാക്കി കൊണ്ടുപോകും. അപ്പൊ ഏകദേശം ഒരു ധാരണ മനസ്സിലായോ എന്തിനാണ് ഓഡിറ്റ്, ഹോസ്പിറ്റലിലെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ? ചെറുതായിട്ട് ഓക്കെയാണോ? ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മളുടെ ആ ഫസ്റ്റ് 1-2 പേജ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇച്ചിരി കൂടി എളുപ്പമായിട്ട് വരും. ഓക്കെ, 1-2 പേജ് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്നാലും പിന്നീട് നമുക്ക് അങ്ങോട്ടേക്ക് ഈസി ആയിട്ട് അവിടെ ഡയഗ്രാം ഒക്കെ വരച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമായിരുന്നു. അതേസമയം ആദ്യം അല്ലെ ഒരു എന്താ പറയാ, സ്റ്റാർട്ടിങ് ഡെഫിനിഷൻ ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക, എന്താണ് അതിന്റെ ഐഡിയ എന്നുള്ളത്. പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അവിടുത്തെ രോഗികൾക്ക് പരിചരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് അല്ലെ നല്ല സേവനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഹോസ്പിറ്റലിലെ ഓഡിറ്റിൽ എയിം ചെയ്യുന്നത്. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സും അവിടെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. വർക്കേഴ്സിന്റെയും എഫിഷ്യൻസി, കാര്യക്ഷമത അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നല്ല ഗുണമേന്മയുള്ള പ്രവർത്തനമാണോ എന്നൊക്കെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അത് വിലയിരുത്തിയിട്ട് നല്ലത് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, നല്ല കാര്യങ്ങൾ നടപ്പാക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളധികം സമയമൊന്നും കളയുന്നില്ല, കാരണം 3rd and 4th മൊഡ്യൂൾ ഇച്ചിരി ലെങ്ത് ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ ചിലതൊക്കെ ഇച്ചിരി വലുതാണ്, ചെറുതാണെങ്കിലും മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും സമയം കളയാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ അല്ലേ? എല്ലാവരുടെയും കയ്യിൽ ഓഡിറ്റ് ഉണ്ടല്ലോ അല്ലെ? ഞാൻ ഇത്തിരി സമയം എടുത്തു, അപ്പൊ നിങ്ങൾ എല്ലാവരും എടുത്ത് കാണും അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡെഫിനിഷനിൽ പറയുന്നത് നോക്കാം. A systematic and critical assessment of the planning, delivery, and evaluation of a service with regard to efficiency, effectiveness, and quality within given resources. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ അവിടെ മതിയായ വിഭവങ്ങളുണ്ട് അല്ലെ? വിഭവശേഷി എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ് എടുത്തത് ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ മിസ് എന്തായാലും നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ഹോസ്പിറ്റലിൽ മിഷനറികളുണ്ട്, അതേമാതിരി തന്നെ ഫണ്ടും അല്ലെ എല്ലാം തന്നെ ഇറക്കിയിട്ടാണ് ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്ത് അത് അല്ലെ അത് വർക്ക് ആരംഭിച്ച് തുടർന്നു കൊണ്ടുപോകുന്നത്. മതിയായ റിസോഴ്സ് അത് നല്ല ഗുണമേന്മയോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിട്ട് അല്ലെ നല്ല രീതിയിൽ ഫലപ്രാപ്തി വരുത്തുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളും അല്ലെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളും വിതരണവും എല്ലാം തന്നെ വിലയിരുത്തലും എല്ലാം തന്നെ അത് എന്താണ് ക്രിട്ടിക്കൽ അസസ്മെന്റ്. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ല ശാസ്ത്രീയമായിട്ട് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ഇറക്കിയിരിക്കുന്ന വിഭവശേഷികളെല്ലാം തന്നെ വിത്ത് ഗിവൺ റിസോഴ്സസ്, അത് പലതരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് അല്ലെ? നമ്മൾ കണ്ടും ഒരു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അവിടെ പണം ഇറക്കിയിട്ടുണ്ട്, മെഷീനറി എക്യുപ്മെന്റ്സും സംഭവങ്ങളും എല്ലാം തന്നെയുണ്ട്. അതെല്ലാം തന്നെ നല്ല ഗുണപരമായിട്ട് ഉപയോഗിക്കണം. അതാണല്ലോ ഹോസ്പിറ്റലുകാർ ഉദ്ദേശിക്കുന്നത് അല്ലെ? അത് മാത്രമല്ല അവര് നല്ല കാര്യപ്രാപ്തിയോടും കാര്യക്ഷമതയോടും കൂടി തന്നെ അത് ഉപയോഗപ്രദമാക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്താണ് അവര് നേരത്തെ കൂട്ടി കുറച്ച് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചില പ്ലാനിങ് ഒരു പ്ലാനും ഇല്ലാതെ എല്ലാം ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അവർ പ്രധാനമായിട്ടും അതിനു വേണ്ടിയിട്ട് കുറച്ച് ആസൂത്രണങ്ങളും അതേമാതിരി തന്നെ എന്താണ് പല ഘടകങ്ങളും അല്ലെ? പ്ലാനിങ്, ഡെലിവറി ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ട് അവര് ആസൂത്രണം ചെയ്ത് അത് വിതരണം ചെയ്ത് അത് വിലയിരുത്തി കൊണ്ടുപോകുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെ ക്രിട്ടിക്കൽ ആൻഡ് എന്താ പറയുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ അസസ്മെന്റ് എന്നാ പറയുന്നത്. അതായത് അത് ശാസ്ത്രീയമായിട്ടും അല്ലെ മറ്റ് പല രീതിയിലും വിലയിരുത്തുന്ന ഒരു രീതിനെയാണ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു രീതിയാണ് ഓഡിറ്റിലൂടെ നടപ്പാക്കുന്നത്. വീണ്ടും അടുത്ത സെന്റൻസിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡാറ്റ, ഡോക്യുമെന്റ്സ് ആൻഡ് റിസോഴ്സസ് ടു ഇൻസ്പെക്ട് പെർഫോമൻസ് ഓഫ് സിസ്റ്റംസ് ഇഫ് മീറ്റ്സ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് അവര് നല്ലൊരു മാനദണ്ഡം അല്ലെ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അവിടുത്തെ സേവനങ്ങളെല്ലാം എന്താണ് പെർഫോമൻസ് അല്ലെ? അവിടുത്തെ പെർഫോമൻസ് അവരുപയോഗിക്കുന്ന അവര് വെച്ച് അല്ലെ അവരുപയോഗിച്ചിരിക്കുന്ന റിസോഴ്സസ് മൂലധനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുകയാണ്. നല്ല നിലവാരമുള്ള സേവനങ്ങളാണ് ഹോസ്പിറ്റല് തരുന്നതെങ്കിൽ എന്താണ് നമ്മൾ പറയും അത് നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ശരിയാണോ? അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ തന്നെയല്ലേ പറയാ? ഓക്കെ. അപ്പൊ നമ്മള് ഇങ്ങനെ പറയണമെങ്കിൽ അല്ലെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല നിലവാരമുള്ള ഒരു ഹോസ്പിറ്റൽ ആണോ എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്യുക, പരിശോധിക്കുക എന്നതും കൂടി ഈ ഓഡിറ്റിനോണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡാറ്റ, ഡോക്യുമെന്റ്സ് ആൻഡ് റിസോഴ്സസ് ടു ഇൻസ്പെക്ട് പെർഫോമൻസ് ഓഫ് സിസ്റ്റംസ് ഇഫ് മീറ്റ്സ് സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ്. അവര് ആ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഇതെല്ലാം കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ടോ, അതായത് ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലാനിങ് രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം ആ റിസോഴ്സസ് എല്ലാം ഉപയോഗപ്രദമാക്കുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അത് വിലയിരുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അത് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ഓഡിറ്റിലൂടെയാണ്, ഈ അവലോകനം എന്ന പ്രവർത്തനത്തിലൂടെയാണ്. അപ്പൊ അവലോകനം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെ ഒരു അസസ്മെന്റ് ആണ്, ഒരു വിലയിരുത്തലാണ്. ക്രിയാത്മകവും ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും അതിന്റെ ഓഡിറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഓഡിറ്റ് ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് used by health professionals to estimate, evaluate and refine care of patients in a systematic way.
അതായത് ഒരു സിസ്റ്റമാറ്റിക് വേ എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇതിലൂടെ അല്ലെ, അത് അവലോകനത്തിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. വെറുതെ ഒന്നും അല്ല ഓഡിറ്റ് നടക്കുന്നത് അല്ലെ. ഓഡിറ്റ് കൊമേഴ്സ് ഇതൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. മിക്കപ്പോഴും പ്രോബ്ലംസ് ഒക്കെ എന്താണ്, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അതിന്റെ കറന്റ് ആയിട്ടുള്ള പെർഫോമൻസും കൂടി കമ്പയർ ചെയ്തിട്ട് വിചാരിച്ച ലക്ഷ്യം നേടിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഓഡിറ്റിലൂടെ ചെയ്യുന്നത് അല്ലെ. ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ്. അത് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് അല്ലെ. സാധാരണ ആൾക്കാർക്കൊന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് അത് കറന്റ് ആയിട്ട് ഒന്നും കറക്റ്റ് ആയിട്ട് വാലുവേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഹെൽത്ത് പ്രൊഫഷണൽസ് തന്നെയാണ് അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. evaluate and refine care of patients in a systematic way. അതിനുശേഷം എന്താ ചെയ്യുന്നത്, അവര് ഈ ഒരു കാര്യം അല്ലെ, വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് കറന്റ് ആയിട്ടുള്ള ആ ഒരു പെർഫോമൻസ് പ്രകടനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് പരിഷ്കരിച്ചു കൊണ്ടുപോകാനായിട്ട്, അത് ഒന്നും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട്, എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൂടെ തന്നെ കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുപോകാനായിട്ടാണ് ഈ ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത്. Then audit calculates current practice against a defined by the desired standards. It belongs to clinical governance which aims at safeguarding a high quality of a clinical care of patients. അതായത് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അത് എപ്പോഴും ആക്ച്വൽ ആയിട്ട് അല്ലെ നിലവിലുള്ള പ്രവർത്തനവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതെപ്പോഴും പൊതുവെ നമ്മൾ എന്താ പറയാ, ക്ലിനിക്കൽ ഗവേണൻസും കൂടി. ക്ലിനിക്കൽ ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണ്, സാധാരണയായിട്ട് രോഗി പരിചരണം, അത് നല്ല രീതിയിൽ രോഗി പരിചരണം എന്ന് പറയുന്നത് നല്ല മെച്ചപ്പെട്ട രീതിയിൽ അല്ലെ. ഒരു ശരിക്കും ക്ലിനിക്കൽ ഗവേണൻസിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് നാഷണൽ ഹെൽത്ത് കെയർ സർവീസിലും സ്വകാര്യ മേഖല അല്ലെ, സ്വകാര്യ മേഖലയിലെ ആരോഗ്യ സംരക്ഷണത്തിലും രോഗി പരിചരണത്തിന്റെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വ്യക്തി അല്ലെ, അതാണ് ക്ലിനിക്കൽ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു വേർഡ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താണ്, ഇറ്റ് ബിലോങ്സ് ടു ക്ലിനിക്കൽ ഗവേണൻസ്. ക്ലിനിക്കൽ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നാഷണൽ ലെവലിലും അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലുമുള്ള അല്ലെ രോഗി പരിചരണത്തിന്. നമുക്കറിയാം രോഗികൾ പേഷ്യൻസിന് സർവീസിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് പോകുന്നത് അല്ലെ. ആ ഒരു സർവീസ് അതിന്റെ നിലവാരം, അത് നല്ല രീതിയിലുള്ള നിലവാരമുള്ള സർവീസ് ആവാൻ വേണ്ടിയിട്ട് അത് നിലനിർത്തുക, ഒപ്പം തന്നെ അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. ഇതാണ് പ്രധാനമായിട്ടും ഓഡിറ്റിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് വിച്ച് എയിംസ് അറ്റ് സേഫ് ഗാർഡിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്നാ പറയുന്നത്, പേഷ്യൻസിന് നല്ല ഗുണനിലവാരമുള്ള രോഗീ പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. വിച്ച് എയിംസ് അറ്റ് സേഫ് ഗാർഡിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ്. അത് ഒരു അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ഒരു പോയിന്റ് ആണ്. ഓഡിറ്റിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, അറ്റ് സേഫ് ഗാർഡിംഗ് എ ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ ഫോർ പേഷ്യൻസ്. പ്രധാനമായിട്ടും ഓഡിറ്റ് ഉദ്ദേശിക്കുന്നത് നല്ല രോഗി പരിചരണം അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഓഡിറ്റില് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഫസ്റ്റ് പാരഗ്രാഫില് പ്രധാനമായിട്ടും ഓഡിറ്റ് എന്താന്നുള്ളതൊന്നും ഡെഫിനിഷൻ ഒന്നും എന്തായാലും ചോദിക്കില്ല. കാരണം അതിന്റെ ഡെഫിനിഷനിലേക്ക് ഈ ഒരു ഇതില് ഒന്നും വരില്ല. കാരണം ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ രോഗി പരിചരണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ടതും അവിടെ തുടങ്ങിയാണ്. എന്താണ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ പേഷ്യൻസ്. അതുകൊണ്ട് അത് ഫസ്റ്റ് പാരഗ്രാഫ് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നുമില്ല. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഇതും ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രോസസ് ആണെന്നും ജസ്റ്റ് നോട്ട് ചെയ്തോളൂണ്ട്. എങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു അത് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരു അല്ലെ നമുക്കറിയാം സ്റ്റാൻഡേർഡും ആക്ച്വലും വെച്ച് കമ്പയർ ചെയ്തിട്ട് ആണ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ അതൊക്കെ തീരുമാനിച്ച് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് പ്രോസസ് ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. പിന്നെ ഹോസ്പിറ്റലിലെ ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പേഷ്യൻസിന് നല്ല ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെ നല്ല പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പല ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് പഠിക്കാനുണ്ട്, തന്നെ ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്, തന്നെ ഓർഗനൈസേഷണൽ ഓഡിറ്റ്, അതായത് ഹോസ്പിറ്റലിലെ ആ വർക്കുമായി വരുമ്പോൾ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഡിറ്റ് കുറച്ച് വൈഡായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്താണ് എയിം ചെയ്യുന്നത്, ലക്ഷ്യമിടുന്നത് എന്താണ്, ഹൈ ക്വാളിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ ഫോർ പേഷ്യൻസ് എന്നുള്ളത്. കണ്ടിന്യൂ ചെയ്തോട്ടെ. Then next നമുക്ക് നോക്കാം വൈ ഓഡിറ്റ്. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്? നമ്മളിപ്പോ മനസ്സിലാക്കി അവിടെ നല്ല ഒരു പരിചരണം വേണം എന്നതാണ് പ്രധാനമായിട്ട് ഉദ്ദേശം. ഒരിക്കലും നമുക്കറിയാം ഫിനാൻസ് കൂടിപ്പോവാനും പാടില്ല, അന്ന് മുടക്കുന്ന മുതലിനനുസരിച്ചിട്ട് അല്ലെ അവിടെയുള്ള റിസോഴ്സ് എത്രത്തോളമാണോ ഹോസ്പിറ്റലിൽ എയിം ചെയ്തിട്ട് ലക്ഷ്യമിട്ടിട്ട് ഇറക്കിയിരിക്കുന്നത് ആ റിസോഴ്സസ് വേണ്ടാവണ്ണം വിനിയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കി തരണം അല്ലെ. നല്ല എന്താണ് പബ്ലിക്കിന്റെ ഇടയിൽ നല്ല സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്, നല്ല പരിചരണമുള്ള ഹോസ്പിറ്റലാണെന്ന് അറിയപ്പെടണം. അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശമാണ് പ്രധാനമായിട്ടും ഏതൊരു ഹോസ്പിറ്റലിലും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനൊക്കെ എന്താണ് ഈ ഓഡിറ്റ് കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം എന്നത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി. എന്താണ് അതിന്റെ ആ ഒരു നിലനിർത്തുക അല്ലെ, നിലവാരം നിലനിർത്തുക എന്നുള്ളത്. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി, നല്ല നിലവാരമുള്ള ഹോസ്പിറ്റലാണ് അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു നിലവാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. ദെൻ ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. അതായത് ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ, അതായത് നമുക്കറിയാം സംരക്ഷണം നൽകുക അല്ലെ അവിടുത്തെ വർക്കേഴ്സിനും, അതോടൊപ്പം തന്നെ സ്ഥാപനത്തിനെ സംബന്ധിച്ചാണെങ്കിലും ആ സംഘടന എന്ന അല്ലെ ആ ഹോസ്പിറ്റൽ എന്ന ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ അവർക്കും നല്ലൊരു അന്തസ്സ് അല്ലെ ആ ഒരു സുരക്ഷിത ബോധം അത് നന്നായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള അവരുടെ പ്രശസ്തി അല്ലെ, നല്ല ഡോക്ടറാണ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ. നമുക്കറിയാം ചില ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പേര് കേട്ട ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അല്ലെ, അവർക്ക് ആ ഒരു എന്താ പറയുക റെപ്യൂട്ടേഷൻ, അവർക്ക് ആ ഒരു പ്രശസ്തി നിലനിർത്തി കൊടുക്കാനായിട്ട് ഈ ഒരു ഓഡിറ്റിന്റെ അല്ലെ ആവശ്യകത ഉണ്ടാവാം. ഡിഫറെന്റ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. നമുക്കറിയാം എപ്പോഴും ഫിനാൻഷ്യൽ ആയിട്ട് പ്രധാനമായിട്ടും നമ്മൾ കേട്ടേക്കുന്നത് ഓഡിറ്റ് ഫിനാൻഷ്യൽ അല്ലെ, നമ്മളെപ്പോഴും മനസ്സിലാക്കി പോകുന്നത് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തോ ഫണ്ടിന്റെ കാര്യമാണ് അല്ലെ, സാമ്പത്തിക ഇടപാടിന്റെ കാര്യമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, എല്ലാ വശങ്ങളെ കുറിച്ചിട്ടും അല്ലെ അവലോകനം നടത്തിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്താണ് നല്ലതിലേക്ക് എത്തിപ്പെടുള്ളൂ അല്ലെ. ചീത്ത എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ചീത്ത വേണ്ടാത്തൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ലതിനെ പോഷിപ്പിച്ചു കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെയും പ്രധാനമായിട്ടുള്ളത് എന്താണ്, ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ് അല്ലെ, നിലവിലും ഭാവിയിലേക്കുമുള്ള ഫണ്ടിന്റെ അല്ലെ അതിന്റെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവലോകനം ചെയ്യാനായിട്ട് ഇത് പ്രധാനമായിട്ട് ഉപയോഗപ്രദമാകും. ദെൻ റിഫൈൻ ക്വാളിറ്റി. റിഫൈൻ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഗുണനിലവാരം അല്ലെ, ഗുണനിലവാരം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് അല്ലെ, എത്രത്തോളം പേഷ്യൻസിന്റെ ആ ഒരു സർവീസ് എന്ന് പറയുന്നത് എത്ര നല്ല ഗുണനിലവാരമുള്ളതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ എത്ര കാര്യങ്ങളൊക്കെ ഭേദഗതികളൊക്കെ വരുത്തിയാലും പ്രധാനമായിട്ടും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതിൽ എയിം ചെയ്ത് തന്നെ ഓഡിറ്റ് നടത്തുന്നു. ദെൻ യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഉപയോഗപ്രദമാക്കുക എന്നുള്ളത് എന്താണ്, ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്, അവിടുത്തെ രോഗി പരിചരണം അല്ലെ, അവിടുത്തെ രോഗികളുടെ ആ ഒരു ക്ലിനിക്കല് അത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും പേഷ്യൻസിന് കൊടുക്കേണ്ട കെയറുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി അല്ലെ, ഇച്ചിരി കൂടി കെയർ കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരു ഇംപ്രൂവ്മെന്റ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തും. ദെൻ ഇൻസ്പയർ ടീം വർക്ക്, അതായത് നമുക്കറിയാം അവിടെ അല്ലെ ഹോസ്പിറ്റലിൽ ഒരു ടീമായിട്ട് തന്നെയാണ് അവർ ഓരോരോ വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെ.
ഇപ്പോ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അവരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നാണ് ഓരോ രോഗിയുടെയും അല്ലെ, ഓരോ വാർഡാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും അവർ ഒന്നിച്ച് നിന്നാണ് ടീം വർക്കായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഭേദഗതികളൊക്കെ അവിടെ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കാനൊക്കെ അവലോകനം ചെയ്യാനായിട്ട് ഓഡിറ്റുകളുണ്ട്. ദെൻ ഇംപ്രൂവ് പേഷ്യൻസ് കെയർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എപ്പോഴും പേഷ്യന്റിന്റെ രോഗി പരിചരണം അല്ലെ, അത് വേറെ ഏത് രീതിയിലാണെങ്കിലും, അതിപ്പോ ട്രീറ്റ്മെന്റിന്റെ കാര്യം മാത്രമല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തി അല്ലെ ആ രോഗിക്ക് സർവീസ് ഇത്രയും കൂടി നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്രയും കൂടി നല്ല സുരക്ഷയോട് കൂടിയിട്ടുള്ള കെയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭേദഗതികൾ വരുത്താനായിട്ടും ഓഡിറ്റ് നടത്താം. ദെൻ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. അതായത് നമുക്കറിയാം ഫിനാൻഷ്യൽ അല്ലെ, സാമ്പത്തികമായിട്ട് നമുക്കറിയാം അത് പീരിയോഡിക്കലി ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഫ്യൂച്ചറിൽ നമ്മൾ ഫണ്ടിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് ഫിനാൻഷ്യലായിട്ട് അല്ലെ, അത് രോഗികൾക്കും നേട്ടം വരുത്താൻ പറ്റുന്ന എന്തെങ്കിലും, നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് രോഗിക്കും ഇച്ചിരി കൂടി ബെനിഫിറ്റ്സ് കിട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും രോഗികള് അല്ലെ തീർച്ചയായിട്ടും അല്ലല്ല ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടും എന്താണ് ഈ ഒരു ഓഡിറ്റ് കാര്യങ്ങൾ നടത്താം. Then become necessary for meeting litigation under CPA. നമുക്കറിയാം എന്ത് കാര്യമാണെങ്കിലും നമുക്കൊരു എവിഡൻസ് വേണം അല്ലെ, പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇൻ കേസ് ഇതിന്റെ ഇപ്പോ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് പേഷ്യൻസ് വന്നാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏത് വ്യക്തികളും ഈ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് എതിരായിട്ടോ എന്തെങ്കിലും നിയമ നടപടികൾക്കൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു എന്താണ് CPA ഫുൾ ഫോം എന്താണ്? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. കിട്ടിയോ? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നാണ് CPA ഫുൾ ഫോം. ലിറ്റിഗേഷൻസ് എന്ന് വെച്ചാൽ വ്യവഹാരങ്ങൾ അല്ലെ. become necessary for meeting litigations under CPA. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അക്കൗണ്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡുകൾ നമ്മൾ പഠിക്കും എന്തായാലും. അപ്പൊ ആ മെഡിക്കൽ റെക്കോർഡിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയാണ് അത്തരത്തിലുള്ള റെക്കോർഡ്സ് വെച്ചിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് നമ്മള് CPA അണ്ടറിൽ നമ്മൾ മിക്കപ്പോഴും CPA എന്ന് പറയുമ്പോൾ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ്. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ വ്യവഹാരങ്ങൾ എന്നാണ്. അതായത് എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും ഇപ്പൊ കണക്ക് സംബന്ധമായി എന്തെങ്കിലും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടാൽ നമുക്കൊരു അണ്ടർ ഉണ്ട് അല്ലെ, ഒരു പബ്ലിക് അക്കൗണ്ടന്റിന്റെ അണ്ടറിലാണ് നമ്മളത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എവിഡൻസ് ആയിട്ട് കാഴ്ച വെക്കാനായിട്ട് സാധിക്കും അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഓഡിറ്റ് നമ്മൾ എപ്പോഴും നടത്തുമ്പോൾ ഇപ്പൊ അക്കൗണ്ട്സിന്റെ കാര്യമാണെങ്കിലും മറ്റേ ഏത് ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡ് അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് കൊടുത്ത ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലുണ്ട്, അതിന്റെ അവലോകനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ആര് നമ്മുടെ മുമ്പിൽ ഏത് കൊല്ലത്തെയാണെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രൂഫ് കാണിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്താണ് ഒരു എവിഡൻസ് ഉണ്ട് അല്ലെ. ശരിയല്ലേ? അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടിപ്പൊക്കിയൊക്കെ വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോ അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ അവലോകനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് മാറ്റേഴ്സ് ഒക്കെ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തൊക്കെ പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് എന്തെങ്കിലും അല്ലെ ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അണ്ടറിൽ തന്നെയാണ് നമ്മളിപ്പോ പറയില്ലേ ഈ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒരു CA-കാരന്റെ അണ്ടറിലാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് എവിടെ മുമ്പിലും നമുക്ക് പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ഒരു തെളിവുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു പബ്ലിക് ആയിട്ടുള്ള അക്കൗണ്ട്സിന്റെ കീഴിൽ അക്കൗണ്ടൻസിന്റെ കീഴിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടാലും അവിടെ ഒരു നെസസറി അല്ലെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എവിഡൻസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് നമുക്ക് ഓഡിറ്റ് നടത്തേണ്ടി വരുന്നത് എന്നുള്ളതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഫണ്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് നടത്താം, അത് ഇംപ്രൂവ്മെന്റ് അതേമാതിരി തന്നെ രോഗി പരിചരണത്തിൽ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന് നടത്താം.
ഒറ്റക്കെട്ടായിട്ട് അല്ലെ അവർക്ക് എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അത് ഒന്നിച്ച് അല്ലെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു അവലോകനം നടത്തി ക്ലിയർ ഔട്ട് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഒരു സുരക്ഷ നമുക്ക് കിട്ടുന്നുണ്ട് CPA അണ്ടറിൽ വരുന്നത് കൊണ്ട്. പിന്നെ അത് എല്ലാ തരത്തിലും അല്ലെ ഒരു ടീം വർക്കാണ്. ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ അത് ഉപയോഗപ്രദമാക്കാനായിട്ട് ഓഡിറ്റ് നടത്താൻ സാധിക്കും. ഡാറ്റ അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള ഡാറ്റ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഓഡിറ്റ് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു അവലോകനം ഏതെങ്കിലും ഒരു വശത്ത് അല്ലെ അല്ലെങ്കിൽ രോഗി പരിശീലനത്തിന്റെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പൊ അതിൽ ഒരു ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് അത് ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ അല്ലെ അല്ലെങ്കിൽ നല്ല നിലവാരമുള്ളതിനെ നിലനിർത്താനും സസ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നിലനിർത്തി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇംപ്രൂവ് വരുത്താൻ ഒന്നല്ലെങ്കിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് പൊതുവെ ഓഡിറ്റ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യൻ വരാൻ മാതിരിയുള്ള ചോദ്യങ്ങള് പിന്നെ വേണമെങ്കിൽ CPA സ്റ്റാൻഡ്സ് ഫോർ എന്താന്നുള്ളത് ചോദിക്കാൻ ചിലപ്പോ. അല്ലാതെ ഇത് എന്തിനാണോ ഓഡിറ്റ് നടത്തുക എന്നുള്ളത് മാത്രമേ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം. ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. അപ്പൊ നമ്മളിപ്പോ ഓഡിറ്റിന്റെ കാര്യമാണ് അല്ലെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി അത് പലതരത്തിലുണ്ട് അല്ലെ. നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് വേണമെങ്കിൽ നടത്താം, എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്താം. അതേമാതിരി തന്നെ പല അല്ലെ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ഓഡിറ്റും ഈ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ വേറൊരു ഇതിലേക്ക് പോകും. അപ്പൊ നമ്മളും കൂടി അല്ലെ നിങ്ങളും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഇച്ചിരി കൂടി നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന കാര്യങ്ങളാണ് അല്ലെ, ഇന്റേണൽ ആണ് അല്ലെ, അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, ജസ്റ്റ് അത്രയും മനസ്സിലാക്കാം. എന്താണ് CPA ഫുൾ ഫോം? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്. CPA ഫുൾ ഫോം സർട്ടിഫൈഡ്. ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് പോയിക്കൊള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഓക്കെ, നോക്കാം. ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ടു പ്രൊവൈഡ് എ ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ് ആണ് ആഡിക്വേറ്റ്. അതായത് നമ്മുടെ അല്ലെ എന്താ ഇപ്പോ ഡേ ടു ഡേ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അത് എന്താണ് അതിന്റെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ആഡിക്വേറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിലാണ് അല്ലെ അത് പോകുന്നത്. അത് ഉറപ്പ് നൽകുകയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ. സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇവാലുവേഷനോട് കൂടിയിട്ട് അത് ഉറപ്പ് നൽകുകയാണ്. അതായത് ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളാണെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ആഡിക്വേറ്റഡ് അല്ലെ ശരിയായ രീതിയിൽ തന്നെയാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത് എന്നുള്ളത് അല്ലെ ഇത് സ്വതന്ത്രമായിട്ട് വിലയിരുത്തുകയാണ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് അവിടുത്തെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നല്ല ആഡിക്വേറ്റ് ആയിട്ടുള്ള അല്ലെ മതിയായ രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും എക്സ്പെൻസ് കൂടുകയും അല്ലെ ഇൻകം കുറയുകയും ചെയ്യുന്നില്ല. എന്താണ് ഒരു ബാലൻസ് ചെയ്ത് തന്നെയാണ് പോകുന്നത് അല്ലെ. അത് കൂടുതൽ ബർഡൻ ആയിട്ട് പോകുന്നില്ല അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ആന്തരികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ വരുന്നത്. ദിസ് പ്രൊസീജിയർ കമ്പയർ ഓർഗനൈസേഷൻ policies and procedures proportional to required compliance demands.
അതായത് നമ്മൾ ഉദ്ദേശിച്ച അല്ലെ, നമ്മൾ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ അത് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണോ, ആനുപാതികമായിട്ട് തന്നെയാണോ മൂവ് ചെയ്യുന്നത്? നമ്മളിപ്പോ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ വിധേയമാക്കുമ്പോൾ അത് കുറച്ചും കൂടി ബേർഡൻ ആയിട്ട് അല്ലെ, നമ്മൾ ഇച്ചിരി കൂടി കമ്പലായിട്ട് കൊടുക്കുന്നത് അത് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് ആ പോളിസി നയങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലെല്ലാം മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അതിന് ബാഡ് റിസൾട്ട് ആയിരിക്കും വരിക അല്ലെ, ശരിയല്ലേ? നമ്മള് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊരു സ്ഥാപനവും അത് കൊണ്ടുവരുന്നുണ്ടാവും, അത് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് അല്ലെ, ആനുപാതികമായിട്ടാണ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ബെറ്റർ റിസൾട്ട് ആയിരിക്കും, ഹോസ്പിറ്റൽ നന്നായി തന്നെ മൂവ് ചെയ്യും. അത് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റിൽ നടത്തുന്നത്. ദിസ് പ്രൊസീജിയർ കമ്പയർ അല്ലെ, അത് താരതമ്യം ചെയ്യാണ് ഓർഗനൈസേഷൻ പോളിസി ആൻഡ് പ്രൊസീജിയർ പ്രൊപ്പോർഷണൽ ടു റിക്വയർഡ് കംപ്ലൈൻസ് ആൻഡ് ഡിമാൻഡ്സ്. അതായത് നല്ല ആവശ്യത്തിനനുസരിച്ച് തന്നെയാണോ ഈ പോളിസിയും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളത് അല്ലെ, അത് കമ്പയർ ചെയ്ത് നോക്കിയാണ് അല്ലെ, എന്താ മോശമായിട്ടാണോ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ തന്നെയാണോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് പോകുന്നത് എന്നുള്ളത് ആന്തരികമായ രീതിയിൽ ചെക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇന്റേണൽ ഓഡിറ്റിൽ വരുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്നുകൂടി നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ, സ്വതന്ത്രമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. To provide a guarantee to the organization that its financial and operation controls are adequate. അതായത് അവിടെ ഡേ ടു ഡേ വർക്കുകളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മതിയായ രീതിയിൽ തന്നെയാണോ അവിടെ മൂവ് ചെയ്തു പോകുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരു സെന്റൻസിൽ പറഞ്ഞ എന്താണ്, അവിടെ ഇറക്കിയിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അല്ലെ, അത് ആനുപാതികമായിട്ടാണോ അവർക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ആനുപാതിക രീതിയിൽ തന്നെയാണോ പോകുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കാം, എക്സ്റ്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, മാർക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒന്നാമത് അധികം ക്വസ്റ്റ്യൻസ് പിന്നെയും വരുന്നത് ഇവിടെ തുടങ്ങിയാണ്. മെഡിക്കൽ ഓഡിറ്റും ക്ലിനിക്കൽ ഓഡിറ്റും ഓർഗനൈസേഷണൽ ഓഡിറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഓഡിറ്റ് കാര്യങ്ങളാണ് ഇന്റേണൽ ഓഡിറ്റിൽ വരുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നോക്കാം, എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ആർ യൂസ്ഡ് ടു ഇവാലുവേറ്റ് സർട്ടൻ ആസ്പെക്ട് ഓഫ് characteristics of a healthcare providing organization against specified standards. അവിടെ എന്താണ്, ഒരു സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് പുറത്തു നിന്ന് നമ്മൾ നോക്കുകയാണ് അല്ലെ, ഒരു അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ അറിയാല്ലേ, ചില ഹോസ്പിറ്റലിനോടൊപ്പം എത്താനായിട്ട് മൂവ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെ, അതിനെ ഒരു കിട്ടുന്ന മത്സരത്തിന് അല്ല, അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി അവിടുത്തെ അത്രയും നല്ല ഇംപ്രൂവ്മെന്റും അല്ലെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന രീതിയിലേക്ക് എത്തി. അപ്പൊ പ്രധാനമായിട്ടും അവിടുത്തെ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നല്ല നല്ല സഹകരണത്തോടു കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്തിട്ട് വേണം അത് ഇവർക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്താ പറയുന്നത്, used to evaluate certain aspect of a characteristics of a healthcare providing organization against specified standards. എന്തെങ്കിലും ഒരു സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സുമായിട്ടാണ് അവര് അത് കമ്പയർ ചെയ്യാൻ നോക്കുന്നത്. അക്കോർഡിംഗ്ലി ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ ഓഡിറ്റ് നീഡ്സ് ആൻ എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് ആൻഡ് കോർപ്പറേഷൻ ഫ്രം ബിയോണ്ട് ദ ഹോസ്പിറ്റൽ ആൻഡ് ദിസ് ഡിസ്റ്റിംഗ്വിഷ് ദം ഫ്രം ഇന്റേണൽ ഓഡിറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പോളിസി നമ്മൾ ഇറക്കിയിരിക്കുന്ന ഫണ്ട് ഇതൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ. പക്ഷെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ഇറക്കിയിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നതല്ല അവിടെ പ്രധാനമായിട്ട് നോക്കുന്നത്, പുറത്തെ ഒരു മാനദണ്ഡം. അതായത് മറ്റു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഹോസ്പിറ്റലുകാരെ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവരുമായിട്ടൊരു നല്ലൊരു അഭേദ്യ ബന്ധം വേണം അല്ലെ. അക്കോർഡിംഗ് ടു ദി ഇംപ്ലിമെന്റേഷൻ ഇത് നടപ്പാക്കണമെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റിന് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ, പുറത്തു നിന്നുള്ള സ്റ്റാൻഡേർഡ്സും അവരുടെ സഹകരണവും കോപ്പറേഷൻ ഫ്രം ബിയോണ്ട് ദ ഹോസ്പിറ്റൽ, മറ്റു ഹോസ്പിറ്റലുകളുടെ സഹകരണവും ആവശ്യമാണ് അല്ലെ. അവിടുത്തെ രീതിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അത് എങ്ങനെയാണ് മൂവ് ചെയ്ത് പോയത്, എവിടെയാണ് എന്തൊക്കെ ഭേദഗതികളൊക്കെ വരുത്തിയെന്നൊക്കെ മനസ്സിലാക്കി അത് ഈ ഹോസ്പിറ്റലും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാലേ, ചില ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ച് ഹോസ്പിറ്റലുകളൊക്കെ തുടങ്ങും. അപ്പൊ ഈ ബ്രാഞ്ച് നല്ല മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാനായിട്ട് എന്താണ് അവരുമായിട്ടൊക്കെ എന്താണ് മാറ്റങ്ങൾ വരുത്തിയെന്നൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കും
അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഭേദഗതികൾ ഈ ബ്രാഞ്ച് ഹോസ്പിറ്റലൊക്കെ തുറന്നുകൊണ്ടിരിക്കും. ഇൻ കേസ് നമുക്കറിയാം ചില ഹോസ്പിറ്റല് മറ്റൊരു ഹോസ്പിറ്റൽ അല്ലെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെ മൂവ് ചെയ്യാം. അവരുടെ ആ ഒരു എന്താ പറയുക പബ്ലിക്കിന്റെ ഇടയിലുള്ള സ്ഥാനം നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവര് എന്തൊക്കെ കാര്യങ്ങളാണ് അഡോപ്റ്റ് ചെയ്തതെന്നൊക്കെ ചെക്ക് ചെയ്ത് അത് ചിലപ്പോൾ നമുക്കറിയാം റിസോഴ്സ് അല്ലെ ഫണ്ടിൽ മാത്രമായിരിക്കില്ല മെഷീനറി ഒക്കെ പുതിയ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ സ്റ്റാഫുകളൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അല്ലെ നമ്മൾ സ്പീഡിലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ ഭേദഗതികൾ വരുത്തേണ്ടി വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഇതൊരു നടപ്പാക്കണം എങ്കിൽ എന്താവശ്യമാണ് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് ആൻഡ് കോർപ്പറേഷൻ ഫ്രം ബിയോണ്ട് ദ ഹോസ്പിറ്റൽ. മറ്റൊരു ഹോസ്പിറ്റലിന്റെ ഒരു സേവനം കൂടി ആവശ്യമായിട്ടുണ്ട്. And this distinguish them from internal audit. അപ്പൊ അത് തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റിൽ നിന്ന് ഇത് വ്യത്യസ്തമാക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇവാലുവേഷൻ അല്ലെ വിലയിരുത്തലുകളൊക്കെയാണ്. നന്നായിട്ടാണോ പോളിസി അനുസരിച്ചിട്ടാണോ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്, ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊന്നിലേക്ക് എത്തിപ്പെടാനായിട്ടാണ്. അപ്പൊ അവരുടെ ഒരു അല്ലെ കോർപ്പറേഷൻ കൂടി ആ ഹോസ്പിറ്റലിന്റെ ഒരു കോർപ്പറേഷൻ കൂടി അവിടുത്തെ മാനദണ്ഡങ്ങളുടെ ഒരു കോർപ്പറേഷൻ കൂടിയൊക്കെ ഇവിടെ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. അത് അത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഈ കാലഘട്ടത്തിലുള്ളതാണ് അല്ലെ. ഹോസ്പിറ്റല് നന്നായിട്ട് തന്നെ മൂവ് ചെയ്തൊക്കെ പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടണം എന്നുള്ള രീതിയിലേക്കൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിന് കുറച്ചും കൂടി ഓവർലോഡൊക്കെ കൂടും അല്ലെ. വലിയ കുഴപ്പമില്ലാതെ ഹോസ്പിറ്റൽ മൂവ് ചെയ്തതായിരിക്കാം. പക്ഷെ ഇച്ചിരി കൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നുള്ള മാനേജ്മെന്റ് ചിന്താഗതിയിൽ മുന്നോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബർഡൻ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ വരും. അപ്പൊ നമ്മൾ അത് അവലോകനം ചെയ്ത് മാനേജ്മെന്റ് എപ്പോഴും അങ്ങനെയാണല്ലോ അവലോകനം ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം അടുത്തതായിട്ട് മെഡിക്കൽ ഓഡിറ്റ്. ഇവിടെ തുടങ്ങി ഇച്ചിരി കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു മേഖലകളാണ്. ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും കിട്ടാത്ത ജസ്റ്റ് ഒരു അവയർനെസ് ഒക്കെ ഓഡിറ്റിനെ കുറിച്ചൊക്കെ കിട്ടിയതെന്ന് നോക്കാം. വായിച്ചു നോക്കിയായിരുന്നോ? എടുത്തു പോവാനോ? ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളാണ്. നോക്കാം. മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ട് ടു സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് അതില് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഒക്കെ തന്നെയാണ്. അതായത് അവിടെ മസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം അല്ലെ. അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അതിൽ ഏതൊരു പേഷ്യൻസ് വന്ന് ചെക്ക് ചെയ്ത് പോയാലും അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം. നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾക്ക് ശേഷം പോയി കണ്ടാലും നമ്മളെ ചാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒ പി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ആ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അത് അങ്ങനെ അവിടെ കൃത്യമായിട്ട് തന്നെ കിടക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഈ റെക്കോർഡ്സിന്റെ അതായത് മെഡിക്കൽ ആയിട്ടുള്ള റെക്കോർഡ്സിന്റെ ഭൂതകാല അവലോകനം. റെട്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റെട്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ ഭൂതകാല അവലോകനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്യുക. റെട്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ ഭൂതകാല അവലോകനമാണ്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ട് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്.
അതായത് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഭൂതകാല അവലോകനമാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ. അപ്പൊ നമുക്കറിയാം ഫിസിഷ്യൻസ് ഏത് ഡോക്ടേഴ്സ് ആണ് പരിശോധിച്ചെങ്കിലും അവരെങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അത് പരിശോധന നടത്തുന്നതാണ് മെഡിക്കൽ ഓഡിറ്റില് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ. അതായത് മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് എങ്ങനെയാണ് ആയിരുന്നു അല്ലെ, അത് ഭൂതകാല അവലോകനം വഴി. അത് എങ്ങനെ ഭൂതകാല അവലോകനം നടത്താൻ പറ്റുന്നത്? മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിച്ചിട്ട്. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിച്ച് ഭൂതകാല അവലോകനം ചെയ്യുന്ന, അതായത് മെഡിക്കൽ ട്രീറ്റ്മെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെ അവലോകനം ചെയ്യുന്ന, വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യ പരിചരണം അത് അത് വൈദ്യ പരിശോധനകൾ എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് വീണ്ടും അടുത്ത സെക്ഷനിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നമുക്ക് അറിയാലേ ചില ഇപ്പൊ ഒരു കോവിഡ് സമയം വന്നു അല്ലെ, പഴയ കാലഘട്ടങ്ങളിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കോവിഡ് മാത്രമല്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്താണ് നിപ വൈറസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റ് നടത്തുന്നത്? അത് മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിച്ച് ആ പേഷ്യൻസിനെയൊക്കെ എങ്ങനെയാണ് ഫിസിഷ്യൻസ് അല്ലെ, ഡോക്ടേഴ്സ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്? നമുക്കറിയാം അത് അവരെങ്ങനെയാണ് ഓരോരുത്തരും കൈകാര്യം ചെയ്തതെന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ ആ ഒരു രീതി നല്ലതായിരുന്നു. ഇന്ന ഡോക്ടറെ പരിശോധിച്ച രീതി അത് ഇച്ചിരി ഇന്ന കാലഘട്ടങ്ങൾ വരുമ്പോൾ അല്ലെ, പിന്നീട് ഇതേ റിപ്പോർട്ടുകൾ വരുമ്പോൾ എന്താണ് ആ ഒരു പരിശോധന ഫേവറബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യും അല്ലേ. എന്താണ് പ്രധാനമായിട്ട് ഒരു എക്സാമ്പിൾ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മെഡിക്കൽ റെക്കോർഡ്സുകൾ പരിശോധിച്ചിട്ട് എങ്ങനെയാണ് ഇന്ന പേഷ്യൻസിന് ഓർഗനൈസേഷന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് ഇച്ചിരി കൂടി നല്ല കേപ്പബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് അവിടെ എത്തും അല്ലെ. അപ്പൊ ആ ഡോക്ടേഴ്സ് പരിശോധിച്ച് അവരുടെ റെക്കോർഡുകൾ ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കിയിട്ടാണ് ചില ഡോക്ടേഴ്സുകളും കാര്യങ്ങളൊക്കെ വീണ്ടും അവരും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സുകൾ മെഡിക്കൽ ഓഡിറ്റ് നടത്തിയിട്ട് പരിശോധനകൾ എങ്ങനെയാണ് നടത്തിയത്, ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നപ്പോഴേ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അത് ഹിസ്റ്റോറിക്കലി അല്ലെ, അത് റെട്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ അത് ഭൂതകാല അവലോകനം നടത്തിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം അവര് പഠിച്ചു വെക്കും, മനസ്സിലാക്കിയെടുക്കും. നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് നോക്കാം. It is a planned analysis program which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staff to identify, examine or verify the performance using accepted criteria. അതായത് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവര് എന്താണ് കൃത്യമായിട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ് ഇത് റെക്കോർഡുകൾ കൈകാര്യം ചെയ്തത്. നമുക്കറിയാം ഒരു ട്രീറ്റ്മെന്റിന്റെ അത് ഓരോ ഡോക്ടേഴ്സും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മെഡിക്കൽ റെക്കോർഡുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അല്ലെ, പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണേഴ്സ് എന്നാ പറയുന്നത്. അതായത് ഓരോ ഡോക്ടേഴ്സിന്റെയും പെർഫോമൻസുകളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അതെല്ലാം റെക്കോർഡ് ചെയ്തതും ആര് തന്നെയാണ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാഫുകളാണ് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ എന്താണ് അത് എക്സാമിൻ ചെയ്യുന്നത്, പരിശോധിച്ചിട്ട് വെരിഫൈ പെർഫോമൻസ് യൂസിങ് ആക്സെപ്റ്റ് ക്രൈറ്റീരിയ. അതായത് അങ്ങനെ പരിശോധിച്ച് വിലയിരുത്തി കഴിയുമ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ലത് ഏതാണ് അല്ലെ, അത് ആ ഒരു ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെയുള്ള മെഡിക്കൽ ഗ്രൂപ്പുകൾ തയ്യാറാകുകയും അത് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് അല്ലെ ഹോസ്പിറ്റലിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് നേടിയെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് മനസ്സിലാക്കുക. അവിടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അല്ലെ, അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ റെക്കോർഡുകളെല്ലാം അത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം മിക്കപ്പോഴും ഇത് തന്നെയാണ്. എന്താണ് ഫസ്റ്റ് ആ ഒരു സെന്റൻസ് തന്നെയാണ്. എന്താണ് ഡാഷ് ഇസ് ഡിഫൈൻഡ് ആസ് അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ എ റെട്രോസ്പെക്റ്റീവ് സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് മെഡിക്കൽ ഓഡിറ്റിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ അപ്പൊ ഓപ്ഷനിൽ നമുക്കറിയാം ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ടാവും, ഓർഗനൈസേഷണൽ ഓഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും എന്താണ് മെഡിക്കൽ കെയർ കൈകാര്യം ചെയ്യുന്നത് എന്താണ് മെഡിക്കൽ ഓഡിറ്റിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മെഡിക്കൽ കെയർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നത് വ്യത്യസ്ത പ്രാക്ടീഷണേഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അത് ഓഡിറ്റ് നടത്തുന്നത്, അവലോകനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത്.
ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയോ? ഇനി അടുത്തൊരു ഇതിലേക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ കുറച്ച് സംശയം കൂടി തീരും. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്? അവിടെ ക്ലിനിക്കൽ ഓഡിറ്റിൽ നോക്കാം. ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലിനിക്കൽ കെയർ ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രൊവൈഡഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. അതായത് അവിടെ നമുക്ക് മനസ്സിലായി എന്താണ് അവിടെ എന്താണ് പ്രാക്ടീസ് അല്ലെ, പെർഫോമൻസ് പ്രാക്ടീഷണേഴ്സ് അല്ല, ഇവിടെ പ്രധാനമായിട്ട് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. രോഗി പരിചരണത്തിന് വേണ്ടിയിട്ട് അല്ലെ, രോഗികളുടെ ആ ഒരു പേഷ്യന്റിന്റെ കെയറിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ അല്ലെ, എന്തൊക്കെ പരിചരണങ്ങളാണ് നഴ്സുമാരും അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫുമാരും അവിടെ കൊടുത്തിരിക്കുന്നത്, അതാണ് പ്രധാനമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തില്, ക്ലിനിക്കൽ ഓഡിറ്റിൽ. ജസ്റ്റ് ഒരു കമ്പാരിസൺ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ടും ഇവിടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ്സ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലിനിക്കൽ കെയർ. അവിടെ എന്താണ് ക്ലിനിക്കൽ കെയർ, അവിടെ രോഗി പരിചരണത്തിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ സവിശേഷതകളും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. അത് രോഗി പരിചരണത്തിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ സവിശേഷതകളും ഉൾപ്പെടുന്നതോടൊപ്പം തന്നെ നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ പേരുകൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് അവലോകനം ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, then next മെഡിക്കൽ. ഓക്കെ, മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഒരു അസുഖം വരുമ്പോഴേ നമ്മളത് അവലോകനം ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ ആ ഒരു അല്ലെ രോഗി പരിചരണം അത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതേസമയം ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ ഒരു ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് വരുമ്പോൾ അവര് എന്തൊക്കെയാണ് അത് ചെയ്തത് അല്ലെ, ചിലപ്പോ അതിനു വേണ്ടി മാത്രം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നിപ്പ വൈറസ് ഒക്കെ വരുമ്പോൾ ആ ഒരു കണ്ടീഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് അതിനു വേണ്ടി കൊടുത്തത്. അതേസമയം അവിടെ നഴ്സുമാരുടെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, പക്ഷെ അവിടെ പ്രധാനമായിട്ടും മെഡിക്കൽ കെയർ അല്ലെ അതിന്റെ ആ ഒരു ആനുപാതിക വശത്തിനാണ് കൂടുതൽ. അതേസമയം ക്ലിനിക്കൽ ഓഡിറ്റിൽ എന്താണ് പ്രധാനമായിട്ടും രോഗി പരിചരണം അല്ലെ അതിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റ്സ് ആണ് പ്രധാനമായിട്ടും അവലോകനം ചെയ്യുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ചികിത്സ, രോഗി പരിചരണം, then എന്താണ് റിസൾട്ടുകൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്, എന്തെങ്കിലും ചികിത്സകളിലെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നഴ്സിംഗ് സ്റ്റാഫിന്റെ പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ നൽകുന്ന പ്രധാനപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് അവിടെ കെയർ ചെയ്യുന്നത്. Clinical audit, a quality improvement process that tries to enhance the patient care and affects through systematic analysis of a care of the healthcare team against clear-cut criteria and implementation of a change. അതായത് ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട്, നല്ല സേവനങ്ങൾ കാഴ്ചവെക്കാനായിട്ട്, രോഗിക്ക് നല്ല ഗുണനിലവാരമുള്ള പരിചരണങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അവലോകനമാണ് ഇവിടെ നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്താണ് നഴ്സുമാരുടെ സേവനങ്ങൾ അല്ലെ, ഒരു പേഷ്യൻസിന് വരുമ്പോൾ അവരുടെ പാരാമെഡിക്കലിന്റെ അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനത്തിന് എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ അല്ലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ ഒരു സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലിനിക്കൽ കെയർ ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രൊവൈഡഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഡാഷ് ഇട്ടിട്ടാണ് കാണിക്കാറ്. അത് ഏത് ഓഡിറ്റ് ആണെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂതകാല അവലോകനം നടത്തിയിട്ടാണ് ഇത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള നഴ്സുമാരുടെ അല്ലെ അവരുടെ ക്ലിനിക്കൽ കെയർ അല്ലെ പ്രധാനമായിട്ടും നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ക്ലിനിക്കൽ കെയർ ആണ് അവിടെ പരിശോധന നടത്തുന്നത്. ഇതുമാതിരി തന്നെ
ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ എന്നാണ്. മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ എന്ത് കാര്യത്തിനും. ഈ അവലോകനം നടത്തുമ്പോൾ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മാറ്റങ്ങൾ ഉണ്ടോ വരുത്തണോ വേണ്ടയോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ആ ഒരു ക്രൈറ്റീരിയ മീൻസ് റെട്രോസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതകാല അവലോകനം എന്നാണ്. എന്തെങ്കിലും സ്പെഷ്യൽ കേസുകൾ അല്ലെ, നമ്മളിപ്പോ ഏതെങ്കിലും റയർ ആയിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇത് ഉണ്ടായിരുന്ന കാലഘട്ടത്തില് കുറച്ച് മെഡിക്കൽ ആയിട്ടുള്ള റെക്കോർഡ്സുകൾ പരിശോധിച്ചിട്ട് ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അത് നല്ലതില്ല അതിൽ ഏതാണ് ഫലം കണ്ടത് അതനുസരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അവിടെ ക്രൈറ്റീരിയ മാനദണ്ഡമായിട്ട് എടുക്കുന്നത് എന്താണ്, ഭൂതകാലത്തെയുള്ള റെക്കോർഡ്സുകൾ പരിശോധിച്ചിട്ട് അവിടെ നന്നായിട്ട് അല്ലെ അസുഖങ്ങളെ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് മാറ്റം വന്നത് അതിലേക്ക് നമ്മൾ കൊണ്ടുവന്നെത്തിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് അത്തരത്തിലുള്ള ഇതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ക്ലിനിക്കൽ ഓഡിറ്റില് പ്രധാനമായിട്ടും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം പ്രധാനമായിട്ടും അവരുടെ സേവനങ്ങളാണ് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത്. അവിടെയും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ അല്ലെ പോർഷൻസിലൊക്കെ നമ്മൾ പഠിച്ചു, ഇത്ര പേഷ്യൻസിന് ഇത്ര നഴ്സുമാരെയൊക്കെ വെച്ചിട്ടായിരിക്കും അവരുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അവരുടെ പാരാമെഡിക്കൽ സ്റ്റാഫും നഴ്സുമാർക്കൊക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു അവലോകനമൊക്കെ ക്ലിനിക്കൽ ഓഡിറ്റിൽ നടത്താം. അതായത് ക്ലിനിക്കൽ ഓഡിറ്റ് വിചാരിച്ചത്ര നഴ്സുമാരെ വെച്ചിട്ട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് അതായത് ഡേ ടു ഡേ വർക്കുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റും വരാം. അതേസമയം മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ടൈമിലുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി എവിഡൻസ് കിട്ടാം അല്ലെ, കുറച്ചും കൂടി ഏത് രീതിയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ നടത്തുന്നത്. ഇവിടെ നമ്മൾ എന്താണ് വിചാരിച്ച രീതിയിൽ തന്നെ നഴ്സുമാരൊക്കെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ഗുണനിലവാരത്തോടുകൂടി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ആ ക്രൈറ്റീരിയ വിചാരിച്ച മാനദണ്ഡം അല്ലെ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് ആക്ച്വൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഭേദഗതി വരുത്തേണ്ടത്, എന്താണ് ഇംപ്ലിമെന്റ് കൊടുത്തേണ്ടത് അല്ലെ, കുറച്ചും കൂടി നഴ്സുമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഉള്ള നഴ്സുമാർ കൂടുതലാണോ അവരെ മാറ്റി നിർത്തിയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അത് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു ഓഡിറ്റ് ആണ്. Organizational audit means the investigation of a practice like appointments, systems, policies, practices, standards which are considered as a primarily administrative functions. അതായത് നമ്മളുടെ അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും അല്ലെ പോളിസികളും പ്രാക്ടീസുകളൊക്കെ പ്രാഥമികമായിട്ട് തന്നെ വിചാരിച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ടോ. നമ്മളിപ്പോ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അത് ആ ഒരു ഷെഡ്യൂൾ ചെയ്ത രീതിയിൽ തന്നെ അതിൽ ഇത്ര മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താൻ. ഇപ്പൊ നമുക്കറിയാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് ക്യൂ നിന്നൊന്നും ആൾക്കാര് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അല്ലെ. അവർക്ക് സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അപ്പൊ അവർക്ക് എന്താണ് ആ ഹോസ്പിറ്റലിലേക്ക് വരാൻ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഭേദഗതികൾ വരുത്തി കൊടുക്കേണ്ടി വരും അല്ലെ. ഈ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമുക്കറിയാം എവിടെ നിന്നാണെങ്കിലും ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അപ്പോയിന്റ്മെന്റ് വരാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തണോ, അതല്ലെങ്കിൽ പോളിസികൾ നയങ്ങളിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ, അല്ലെങ്കിൽ പ്രാക്ടീസുകളിൽ അല്ലെ അത് നടപ്പാക്കുന്നതിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ ഓഡിറ്റിൽ വരുന്നത്. അവിടെ മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെയോ ക്ലിനിക്കൽ ആയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റിന്റെയോ കാര്യങ്ങളെല്ലാം അവിടെ ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷൻ അല്ലെ, ആ സംഘടന ആ ഒരു സ്ഥാപനത്തിന്റെ സംഘടനാ ചട്ടക്കൂടില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. ഓർഗനൈസേഷൻ ഓഡിറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേഷൻ
അപ്പൊ പ്രാക്ടീസ് ലൈക്ക് അപ്പോയിന്റ്മെന്റ്സ് അതിന്റെ ഒരു പരിശോധനയാണ് അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത്. സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് വിച്ച് ആർ കൺസിഡേർഡ് ആസ് എ പ്രൈമറി അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ഓക്കെ, അതാണ് അവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളപ്പോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഓഡിറ്റുകൾ കണ്ടു. എന്താണ് ഇന്റേണൽ എന്താണുള്ളത്, അതിന്റെ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയായിട്ടുള്ള ഒരു ഓഡിറ്റ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പുറത്ത ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അപ്പൊ അവരുടെ ഒരു സഹകരണങ്ങളൊക്കെ ആവശ്യമാണ്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത് ആ ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റെട്രോസ്പെക്ടീവ് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അല്ലെ, ഭൂതകാല അവലോകനം മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ പരിശോധിച്ചിട്ട് അത് വിലയിരുത്തുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ക്ലിനിക്കൽ കെയർ ഇൻക്ലൂഡിംഗ് ദാറ്റ് പ്രൊവൈഡഡ് ബൈ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. അവരുടെ രോഗി പരിചരണങ്ങൾ അത് അല്ലെ, അതിന്റെ എന്തെങ്കിലുമൊക്കെ ഭേദഗതികളാണ് ഇവിടെ അവലോകനം ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അല്ലെ പ്രാക്ടീസ്, അപ്പോയിന്റ്മെന്റ്സ്, സിസ്റ്റംസ്, പോളിസീസ് ഇതിന്റെയൊക്കെ പരിശോധനകളുടെ വെളിച്ചത്തിലാണ് ഇത് അവലോകനം ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിറ്റ് നടത്തുന്നത്. ജസ്റ്റ് എന്തായാലും സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായി കാണും, എങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വലിയ കുഴപ്പമില്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.